ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7ൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കോയമ്പത്തൂരാണ്. കുറച്ച് നേരത്തെ വരുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷൻ്റെ പുറത്താണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്നൊരു പുതിയ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകാൻ പോകുന്നത് പഴനിയിലേക്കാണ്. കോയമ്പത്തൂരിൽ നിന്ന് പഴനിയിലേക്ക് കോയമ്പത്തൂർ മധുര ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ പോകാനാണ് എൻ്റെ പ്ലാൻ. ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷൻ സ്റ്റേഷൻ്റെ പുറത്തുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചറിന് ഇവിടെ വന്ന് ഇറങ്ങിയായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വന്ന് ഇറങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് ജസ്റ്റ് തിരിച്ച് വരുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. ഈ സ്റ്റേഷന് പുറത്തൊരു പഴയ എക്സ് ക്ലാസ് ലോക്കോമോട്ടീവ് 37389 വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേ ആയിട്ട്. നമുക്കിനി ഉള്ളിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. അണ്ടർസർവ് ട്രെയിനാണ്, ടിക്കറ്റ് എടുക്കണം നമുക്ക്. ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക് പ്ലാറ്റ്ഫോമിൽ. നോർത്തിലേക്ക് ഉള്ള ട്രെയിനുകൾ വരാണ്ടെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ വണ്ടി ഏത് പ്ലാറ്റ്ഫോമാണ് എന്താണെന്നുള്ളത് നമുക്ക് ഉള്ളിൽ പോയിട്ട് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ കൂടി വേണം. അപ്പോൾ ജസ്റ്റ് ഉള്ളിലേക്ക് എത്തി. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടേഴ്സൊക്കെ ഉള്ളത്. ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടി ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയേക്കാം. അതിൽ കാണുന്ന രണ്ടാമത്തെ വണ്ടി 16721 മധുര ഇൻ്റർസിറ്റിയിലാണ് നമ്മൾ പോകുന്നത്. 2:30 പ്ലാറ്റ്ഫോം നമ്പർ 5 നിന്ന് പുറപ്പെടും. നമുക്കെന്നാൽ പോയി ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുക്കുന്നതിന് വലിയ തിരക്കൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് ഇവിടെ ഒരു കൗണ്ടർ ടിക്കറ്റ് മേടിച്ചു. 55 രൂപയാണ് ടിക്കറ്റ്. 109 കിലോമീറ്റർ. 2:30 ഇവിടുന്ന് പുറപ്പെടും. 5 മണിക്ക് അവിടെ എത്തും. അപ്പോൾ നമുക്കെന്നാൽ പതുക്കെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. പ്ലാറ്റ്ഫോം നമ്പർ 5 എന്ന് കാണിക്കുന്നത്. സമയം 12:28 ആയതേ ഉള്ളൂ. ഇനി 2 മണിക്കൂറുണ്ട് നമുക്ക് എന്തായാലും പ്ലാറ്റ്ഫോം നമ്പർ 5ലേക്ക് പോയേക്കാം. നമുക്ക് അവിടെ ഇരിക്കാം. അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 5 പോയി അവിടെ ഇരിക്കാം. എന്തായാലും ട്രെയിൻ വരാൻ കുറച്ച് സമയമുണ്ട്. അപ്പോൾ അവിടെ ചാർജിങ് പോയിൻ്റ് വല്ല ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഇരുന്ന് ഫോണും പിന്നെ ക്യാമറയൊക്കെ ഒന്ന് ചാർജ് ചെയ്യണമായിരുന്നു. നമ്മളങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. ഈ ട്രെയിനിന് പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. കാര്യം വണ്ടി 2:30 പുറപ്പെടുള്ളൂ. നമ്മളിവിടുന്ന് ബൈ റോഡ് പോയി കഴിഞ്ഞാൽ ആ സമയമ്പോഴേക്കും നമുക്ക് അങ്ങ് എത്താം. നമ്മുടെ ഉദ്ദേശം റോഡ് യാത്ര അല്ലല്ലോ. ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ് നമ്മൾ നേരത്തെ വന്ന ട്രെയിന്. അത് റേക്ക് ഇവിടെ തന്നെ കിടക്കും. ഇനിയിപ്പോൾ വൈകുന്നേരം 4:30 തിരിച്ചു കൊള്ളും. ഒരു റേക്ക് ഇവിടെ തന്നെ കിടക്കും. നമുക്ക് പോകാനുള്ള റേക്കാണ് കയറി വരുന്നത്. അത് കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആയിട്ടാണ് റേക്ക് വരുന്നത്. കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആയിട്ട് വരുന്ന റേക്കാണ് പിന്നീട് കോയമ്പത്തൂർ മധുര ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആയിട്ട് പോകുന്നത്. ശരിക്കും 1:30 മറ്റാണ് ഇവിടെ എത്തേണ്ടത്. അപ്പോൾ മണി 12:40 ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് 50 മിനിറ്റ് ബിഫോർ ടൈം കയറി വരുന്നുണ്ട്. ഈ റോഡിന് 22626 ആണ്. ഈ സെയിം ലോക്കോ ആയിരിക്കില്ല തിരിച്ചു പോകുന്നത്. മിക്കവാറും ലോക്കോ മാറുമായിരിക്കും. അറിയില്ല സെയിം ലോക്കോ സൺഡേ തിരിച്ചു വരുമോ അത് ലോക്കോ മാറുമോ എന്നുള്ള അറിയില്ല. നമുക്ക് എന്തായാലും കണ്ടറിയാം. ഇവിടെ നമ്മുടെ ട്രെയിനിൻ്റെ കോച്ചസ് വാട്ടർ ചെയ്ത് തുടങ്ങി. വെള്ളം നിറയ്ക്കുന്നുണ്ട്. മീൻവൈൽ അപ്പുറത്ത് എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. ആ വരുന്നതാണ് ബാംഗ്ലൂർക്കുള്ള ഇൻ്റർസിറ്റി, കോയമ്പത്തൂർ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി 22732 ആരക്കോണത്തിൻ്റെ ലോക്കോ ആണ്. ഇതിനധികം താമസിച്ചത് LHB കോച്ചുകൾ വരും. ഏകദേശം 20 കോച്ചിനടുത്ത് ഡെലിവറി ആയി കഴിഞ്ഞു. ഒരു ഫുൾ റേക്കിനുള്ളതായിട്ടില്ല. AC ചേർക്കാറൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഫുൾ റേക്ക് വന്ന് എനിക്കൊന്നൊരു ഓണസമ്മാനമൊക്കെ ആയിട്ട് മിക്കവാറും ഈ ട്രെയിൻ LHB കോച്ചുകളാവാൻ സാധ്യതയുണ്ട്. തിരുനെൽവേലി ബിലാസ്പൂർ എക്സ്പ്രസ് ആണ് കയറി വരുന്നത്. ഈ വണ്ടിക്കുള്ളതാണ് തോന്നി പ്ലാറ്റ്ഫോമിൽ ബാക്കിയുള്ള തിരക്കോട്ടോ. നമ്മുടെ ലോക്കോ ഏതാണെന്ന് നോക്കിയേക്കാമെന്ന് വെച്ചു. ലോക്കോ മാറിയിട്ടുണ്ട്. കാര്യം വന്ന് 22626 ഇപ്പോൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലോക്കോ ഏതാണെന്ന് ജസ്റ്റ് നോക്കിയിട്ട് തിരിച്ചു പോയി ഒരു സീറ്റ് പിടിക്കാം. കവച്ച് ഇൻസ്റ്റാൾ ചെയ്ത ലോക്കോ ആണ്. വിജയവാഡയുടെ ലോക്കോ ആണ് 25007. ഇതാണ് ലോക്കോ 25007 വിജയവാഡയുടെ വാപ്പ് 4. ഇതാണ് നമ്മളിനി പഴനിക്ക് കൊണ്ടുപോകാം. ഈ കോച്ച് 096440 ഇതിലൊരു സീറ്റ് പിടിച്ചു, ഒരു വിൻഡോ സീറ്റ് പിടിച്ചു. ഇത് ഏകദേശം റേക്കിന് നടുക്കായിട്ട് വരും. 6ാമത്തെ കോച്ചാണ്.
നമ്മൾ റൈറ്റ് സൈഡ് വിൻഡോ സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ക്രോസിങ്സ് ഒന്നും വരാനില്ല, എന്നാലും വിൻഡോ സീറ്റ് ഇരിക്കട്ടെ. വിൻഡോ സീറ്റിൽ സാധാരണ ഇതിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ സിംഗിൾ സീറ്റിൽ ചാർജർ ഇട്ടാവാറില്ല. ഇതിൽ വെറൈറ്റിയുടെ ചാർജർ തന്നിട്ടുണ്ട്. അതെന്തായാലും നന്നായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോണും ക്യാമറ ഒക്കെ ചാർജ് ചെയ്യാൻ പറ്റും. വണ്ടി ഇപ്പോൾ കാലിയാണ്, എനിക്കൊന്ന് വിടുമ്പോഴേക്കും ഫുള്ളാണെന്ന് തോന്നുന്നു. ചെന്നൈയിൽ നിന്ന് വരുന്ന ഗോവ എക്സ്പ്രസ് ആണിത്. ഇവിടെ 2:31, 1 മിനിറ്റ് ലേറ്റാണ്. നൊയ്യാൽ റിവർ. ഇത് ശരിക്കും ഒരു പുഴയെക്കാട്ടും കൂടുതലൊരു വേസ്റ്റ് ഒഴുകുന്ന ആനയായിരിക്കും എടുക്കാം. പ്ലാറ്റ്ഫോം 3ലേക്ക് നമ്മൾ ചെല്ലുന്നത്. സാധാരണ ഇതിൽ പൊള്ളാച്ചി ഭാഗത്തേക്കുള്ള വണ്ടികളൊക്കെ ഞാൻ പ്ലാറ്റ്ഫോം 1ലാണ് കണ്ടിട്ടുള്ളത്. ആദ്യത്തെ പ്ലാറ്റ്ഫോം 3ൽ കാണുന്നത്. തിരക്ക് കാരണമുള്ളവരുണ്ട് കണ്ടിട്ട്. പ്ലാറ്റ്ഫോം 2-ൽ ഒരു മെമോ കിടക്കുന്നുണ്ട്, മേട്ടുപ്പാളയം പോത്തന്നൂർ മെമോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ആൾ കയറാനുണ്ട്.
കിടക്കുന്നത് മേട്ടുപ്പാളയം മെമ്മോ ആണ്. അത് നമ്മൾ പോത്തന്നൂരെത്തി. നമ്മൾ ജസ്റ്റ് മധുരൈ ലൈനിലോട്ട് കയറുകയാണ്, പൊള്ളാച്ചി ലൈനിലോട്ട്. ഈ താഴെ കൂടെ നേരെ സ്ട്രെയിറ്റ് പോകുന്ന ലൈനാണ് പാലക്കാട്ടേക്ക് പോകുന്ന ലൈനുകൾ. ലെഫ്റ്റ്, എക്സ്ട്രീം ലെഫ്റ്റുള്ളത് എ ലൈനും അതിന് തൊട്ടടുത്തുള്ളത് ബി ലൈനും. നമ്മളിപ്പോൾ ഇറങ്ങിയത് ബി ലൈനിൽ നിന്നാണ്. നമ്മളിത് ഇവിടുന്ന് മുകളിലോട്ട് റാമ്പ് കയറുകയാണ്. ഈ റാമ്പ് കയറി പൊക്കം കിട്ടണം. കാര്യം ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന 2 ലൈനുകളുടെ മുകളിൽ കൂടെ നമുക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഈ റാമ്പ് കയറി വേണം നമുക്ക് പൊക്കം കിട്ടാൻ. നമ്മളിപ്പോൾ പൊക്കത്തിലായി. മറ്റേ ലൈനിൻ്റെ കാണാം, മറ്റേ ലൈനിൻ്റെ OHയുടെ മോൾ ഭാഗം നമുക്ക് കാണാം. മുന്നിൽ കാണുന്നതാണ് പാലം. ഈ കാണുന്നതാണ് കോയമ്പത്തൂർ പാലക്കാട് ലൈന്, അഥവാ ചെന്നൈ മംഗലാപുരം മെയിൻ ലൈൻ. വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് സ്ട്രെച്ചസ് ആയിരുന്നു എന്ന് പറയുന്നത്. നിറച്ച് പാറയാണ്, റോക്കറ്റിംഗ് കൂടെ ആണ് പോകുന്നത്.
നമ്മുടെ ഈ റൂട്ടിലെ ആദ്യത്തെ സ്റ്റോപ്പായി കിണത്തക്കടവ് സ്റ്റേഷനിലേക്ക് എത്തണം നമ്മൾ. ഈ മഞ്ഞ പോകുമ്പോൾ അങ്ങോട്ട് പാലക്കാട് ഡിവിഷനാണ്. സേലം ഡിവിഷനിൽ നിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ പാലക്കാട് ഡിവിഷനിലേക്ക് കയറി. ഒരുപാട് ദൂരമൊന്നുമില്ല, കിണത്തക്കടവും പൊള്ളാച്ചി സ്റ്റേഷൻ മാത്രം. പൊള്ളാച്ചി സ്റ്റേഷൻ കൂടെ പാലക്കാട് ഡിവിഷൻ, അതായത് മധുര ഡിവിഷനിലേക്ക് കയറും. നമുക്ക് ഈ ഫുൾ റണ്ണിൽ നമ്മൾ പഴനി എത്തുന്ന വരെ നമുക്ക് ക്രോസിങ്സ് ഒന്നുമേ ഇല്ല. ജസ്റ്റ് കാഴ്ചകൾ മാത്രം കണ്ടുപോകാവുന്നേ ഉള്ളൂ. പാലക്കാട് നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത് നമ്മുടെ ഈ മുമ്പിലത്തെ വീട്ടിൽ കണ്ടായിരുന്നു. ആ ലൈൻ്റെ അവിടെ നിന്ന് പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വന്ന് കയറുന്നുണ്ട്. ആ ലൈൻ പകൽ സമയത്ത് കുറച്ച് ട്രിപ്പുകൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒരിക്കൽ നമുക്ക് പ്ലാനും ഉണ്ട്. ഇതാണ് പാലക്കാട് നിന്ന് വരുന്ന ലൈന്, പാലക്കാട് പൊള്ളാച്ചി ലൈൻ. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പോത്തന്നൂർ പൊള്ളാച്ചി ഡിണ്ടുഗൽ ലൈനിലാണ്. നമ്മളും പ്ലാറ്റ്ഫോം 3യിലേക്കാണ് തോന്നുന്നു പോകുന്നത്. പ്ലാറ്റ്ഫോം 3 ആണെങ്കിൽ അപ്പുറത്തെ സൈഡിലായിരിക്കും പ്ലാറ്റ്ഫോം. ഓപ്പോസിറ്റ് സൈഡ് നല്ല അടിപൊളി തിരക്കൊക്കെ കയറാനുണ്ട്. പെട്ടെന്ന് സീറ്റിലോട്ട് തിരിച്ചു പോവാം. ഇതാണ് പൊള്ളാച്ചി സ്റ്റേഷൻ. തിരക്ക് മൊത്തം ഇടിച്ച് കയറി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരക്ക് മൊത്തം ഇടിച്ച് കയറി വണ്ടിയിൽ. ഇനിയിപ്പോൾ നമ്മുടെ സിഗ്നൽ ഇപ്പോഴും റെഡാണ്. നേരത്തെ ആണോന്ന് അറിയില്ല. എന്താ നമുക്ക് തന്നെ ഒരു ചായ മേടിച്ചാലോ? ചായയും സമോസ ഉണ്ടാകും. ചായയും സമോസ. ടവർക്കാരനെ കേട്ടോ. ഇവിടെ മുതൽ അങ്ങോട്ട് മധുര ഡിവിഷനാണ്.
നമ്മുടെ അടുത്ത സ്റ്റോപ്പ് കോമംഗലം സ്റ്റേഷനിലേക്ക് എത്താണ്. ഷാജി പാപ്പൻ്റെ സ്വന്തം കോമംഗലം. കാണുന്ന പഴയ സ്റ്റേഷൻ കെട്ടിടം. ബാക്കിൽ വെസ്റ്റേൺ ഗാർഡ്സും നമ്മുടെ വിൻമിൽസും കാണാം. അടുത്ത സ്റ്റോപ്പ് ഉടുമൽപേട്ടിലേക്ക് എത്തി. എല്ലാ സ്റ്റേഷനിലും നല്ലോണം ആൾക്കാരും കയറാനുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ഡോറും ഫുൾ ടൈം ഓക്യുപ്പൈഡാണ്. അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് നമ്മൾ അടുത്ത സ്റ്റോപ്പായ മായിവാടി റോഡ് സ്റ്റേഷനിലേക്ക് എത്തി.
സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു ആ കാണുന്ന ബിൽഡിങ്ങൊക്കെ. അങ്ങനെ പുഷ്പത്തൂരെത്തി. ഈ സ്റ്റേഷനിലൊന്നും കാര്യമായിട്ട് ആരും കയറാനില്ല. ഈ റൂട്ടിൽ കാണുന്ന എല്ലാ സ്റ്റേഷനിലും നിർത്തുന്നൊരു ട്രെയിനാണിത്. അതായത് ഈ റൂട്ടിലെ ഹോൾട്ടടക്കം എല്ലാ സ്റ്റേഷനിലും നിർത്തുന്ന ഏക ട്രെയിനാണ് കോയമ്പത്തൂർ മധുര ഇൻ്റർസിറ്റി. ഇൻ്റർസിറ്റി എന്നൊക്കെ പേരാണെങ്കിലും ഇതൊരു പാസഞ്ചർ ട്രെയിനാണ്. പക്ഷേ എക്സ്പ്രസ് നിരക്കിലോടുന്ന പാസഞ്ചർ ട്രെയിനാണ്. കാര്യം മധുരയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് റെയിൽവേ പറയുന്ന 250 കിലോമീറ്റർ ദൂരം ഉള്ളതുകൊണ്ട് അവരിതിനെ എക്സ്പ്രസ് ആയിട്ടാണ് ഓടിക്കുന്നത്. പക്ഷേ എല്ലാ സ്റ്റേഷനിലും നിർത്തി മാത്രമേ പോകുള്ളൂ. കുറച്ച് ആൾക്കാർ കയറാണ്ട്. പക്ഷേ അറിയാതെ ഫ്രണ്ടിലാണ്. ആ കോച്ചിലോട്ടൊക്കെ ആൾക്കാർ ഇടിച്ച് കയറും. അപ്പം നമ്മൾ ജസ്റ്റ് പഴനിയിലോട്ട് കയറുന്നു. ദൂരെ കാണുന്നതാണ് പഴനി അമ്പലം. നമ്മളങ്ങനെ പഴനിയിലേക്ക് എത്തി. ഒരുപാട് പേര് ഇറങ്ങാനുണ്ട്, അതേപോലെ ഒരുപാട് പേര് കയറാനുണ്ട്. അടിപൊളി തിരക്ക് ഇവിടുന്ന് കയറാനുണ്ട്. അപ്പോൾ നമ്മളെ വിട്ടിട്ട് അങ്ങനെ നമ്മുടെ ട്രെയിൻ പുറത്തേക്ക് പോയി. ഞാൻ പഴനി സ്റ്റേഷൻ ബിൽഡിംഗ് കാണിച്ച് സൈൻ ഓഫ് ചെയ്യാമെന്ന് വെച്ച് പുറത്തിറങ്ങിയതാണ്. പുറത്തിറങ്ങിയപ്പോൾ സ്റ്റേഷൻ ബിൽഡിംഗ് ഇല്ല, കുറേ പില്ലറുകൾ മാത്രം. ഇവിടെ അമൃത് ഭാരത് സ്കീമിലെ സ്റ്റേഷൻ്റെ റീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മുന്നിൽ വെച്ചൊരു അപകടം നടന്നുകൊണ്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പഴനി എത്തുന്നതോടുകൂടി ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. കോയമ്പത്തൂർ പഴനിയായിരുന്നു നമ്മുടെ വീഡിയോ. ഇനിയിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നില്ല, ഞാൻ അകത്ത് പോയിട്ട് സ്റ്റേഷൻ ബിൽഡിങ്ങിന് ഉൾവശത്തു നിന്നും എല്ലാം കാണിച്ച് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ. ബിൽഡിംഗ് ഉണ്ട്, പക്ഷേ ബിൽഡിങ്ങിന് ചുറ്റുവട്ടത്തും പുതിയ ബിൽഡിംഗ് പണിയാണ് അവർ. അതുകൊണ്ട് നമുക്ക് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് ഇരിക്കുന്നു. ഇതാണ് പഴനി സ്റ്റേഷൻ.
നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെന്നിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് എടുക്കുക. നമ്മൾ വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണും. അതുവരേക്കും ഞാനിപ്പോൾ തിരിച്ചു പോവുകയാണ് നാട്ടിലോട്ട് വിടുന്നത്. ഞാൻ അമൃതയ്ക്കാണ് തിരിച്ചു പോകുന്നത്. അമൃതയുടെ ഒരു വീഡിയോ ആയിട്ട് എടുക്കാൻ സാധ്യതയില്ല, കാര്യം ഇവിടെ വിടുമ്പോൾ തന്നെ ഇരുട്ടും. അതുകൊണ്ട് അമൃതയുടെ ഒരു വീഡിയോ ആയിട്ട് എടുക്കാൻ സാധ്യതയില്ല. കുറച്ച് ചെറിയ ചെറിയ ക്ലിപ്സ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇൻസേർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതുപുത്തൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.